കഴിയും എന്ന് സംശയമുണ്ട്. അപ്പൊ നമ്മൾ ഈ കൂടിയിരിക്കുന്നതിന് രാം മാധവ് എന്ന് പറയുന്ന RSSന്റെ സൈദ്ധാന്തികൻ കഴിഞ്ഞ ഈയൊരു പുസ്തകം ഇറക്കിയത് ദ ന്യൂ വേൾഡ് 21st സെഞ്ചുറി എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്ന ഇത്തരം കൂട്ടായ്മ അപകടകരമാണ് എന്നാണ്. അതാണ് മുസ്ലിങ്ങളും തീവ്രവാദികളും തീവ്ര ലെഫ്റ്റുകളൊക്കെ ചേർന്നിട്ടുള്ള ഇത്തരം കൂട്ടായ്മകളാണ് ഇന്ത്യയെ തകർക്കുന്നത് എന്നാണ് RSSന്റെ സൈദ്ധാന്തികൻ പറഞ്ഞത്. ഞാൻ സംസാരിക്കുന്നത് ഈയിടെ ഉണ്ടായ പഠനം, കോമൺ കോസ് എന്ന് പറയുന്ന സംഘടനയുടെ പഠനത്തിൽ 78% മുസ്ലിങ്ങളും അതിഭീകരമായി സാമാന്യ ജനങ്ങളിൽ നിന്നോ തെരഞ്ഞെടുത്ത സർക്കാരിൽ നിന്നോ ഭയാനകമായി പീഡനം അനുഭവിക്കുന്നത് ഇന്ത്യയിലെ 78% മുസ്ലിങ്ങൾ എന്നാണ് കോമൺ കോസിന്റെ പഠനം. അവരുടെ പഠനത്തിൽ പറയുന്നത് 50% പോലീസും ഇസ്ലാമോഫോബിക് ആണ്, മുസ്ലിങ്ങളെ തെരഞ്ഞുപിടിച്ച് വേട്ടയാടുന്നവരാണ് എന്നാണ്. എന്ന് മാത്രമല്ല 1000-ൽ പരം കുട്ടികളാണ് ഈ ശിരോവസ്ത്രത്തിന്റെ പേരിൽ കോളേജിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്. 1000-ൽ പരം ഹിജാബിന്റെ പേരിൽ. ഈ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഞാൻ വളരെ ചുരുക്കി ഒരു 5 മിനിറ്റ് കൊണ്ട് എനിക്ക് പറയാവുന്ന കാരണം, 40 ലക്ഷം വോട്ട് കേരളത്തിൽ, ഞാൻ കേരളത്തിന് മാത്രം പറയാം, 40 ലക്ഷം വോട്ട് ഈ സംഘപരിവാർ RSS കേരളത്തിൽ എങ്ങനെയാണ് സ്വാംശീകരിക്കുന്നത്, എങ്ങനെയാണ് കേരളം ഒരു ഹിന്ദുത്വ സംസ്ഥാനമായി മാറുന്നത് എന്നുള്ളത്, RSSനെ സ്വീകരിക്കുന്ന ഒരു സംവിധാനമായി മാറുക എന്നുള്ളത് ഞാൻ ഒരു 5 പോയിന്റ് പറയുന്നത്. ഒന്ന് ഭയം, ഒന്ന് നുണചരിത്രം, ഫേക്ക് ഹിസ്റ്ററി, ചരിത്രത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ സ്വാധീനിക്കാനുള്ള കഴിവ്, ഭയം, പിന്നെ പാരഡോക്സ് ഓഫ് ഇൻടോളറൻസ് എന്ന് പറയും. അതായത് ഇൻടോളറൻസിനോടുള്ള ടോളറൻസ്, അസഹിഷ്ണുതയോട് സഹിഷ്ണുതയോടെ പെരുമാറാൻ മലയാളി പഠിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ വംശീയതയോടുള്ള ഒത്തുതീർപ്പ്, പൊരുത്തപ്പെടൽ, അതായത് റേഷ്യൽ റീകൺസിലിയേഷൻ എന്ന് പറയുന്നത്. മറ്റൊന്ന് മാധ്യമ വംശീയത. ഈ 5 കാര്യത്തെ കുറിച്ച് ഓരോ ഉദാഹരണം മാത്രമാണ് ഞാൻ പറയുന്നത്. ഭയം, മിസ്റ്റർ ആൻഡ് മിസ്സിസ് അയ്യർ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. ഈ സിനിമയില് അതിന്റെ തിരക്കഥ വായിച്ചവർക്ക് അറിയാം. ആ സിനിമയിൽ ഒരു ബസ് യാത്രക്കിടയിൽ, കൽക്കട്ടയ്ക്കുള്ള യാത്രക്കിടയിൽ ഭയാനകമായൊരു വംശീയ കലാപം ഉണ്ടാവുന്നു. ആ കലാപത്തിൽ ഒരു ബസ് യാത്രയുടെ ഇടയിൽ ഒരു സ്ത്രീ, ഒരു അയ്യർ സ്ത്രീ, മീനാക്ഷി എന്ന് പറയുന്ന ഒരു അയ്യർ സ്ത്രീ സഹപ്രവർത്തകനായിട്ടുള്ള ഈ ജഹാംഗീറിനെ സംരക്ഷിക്കാൻ വേണ്ടി ഈ ഹിന്ദുത്വ ഭീകരത ബസ്സിൽ കയറുമ്പോൾ ഇത് ഞാൻ ഇന്ന ആളാണ്, എന്റെ ഭർത്താവാണെന്ന് മിസ്സിസ് ആൻഡ് മിസ്റ്റർ അയ്യർ എന്ന് പറഞ്ഞിട്ട് അവര് സ്വയം പരിചയപ്പെടുത്താണ്. അങ്ങനെ ഈ മീനാക്ഷി അയ്യർ ഇല്ലാത്ത ഭർത്താവാണ്, പിന്നെ ചെറുപ്പക്കാരനായ ഇയാളെ സംരക്ഷിക്കാൻ വേണ്ടി പരിചയപ്പെടുത്തുകയാണ്. പക്ഷെ അത് പെട്ടെന്ന് ബസ്സിന്റെ പുറകിൽ നിന്ന് ഒരാള്, 2 മുസ്ലിം വൃദ്ധ ദമ്പതികൾ ആ ബസ്സിലുണ്ട്. ആ പെട്ടെന്ന് പുറകിൽ നിന്ന് ഒരാള്, ഈ വൃദ്ധ ദമ്പതികൾ മാത്രമാണ് ഇതിൽ മുസ്ലിങ്ങളായിട്ടുള്ളൂ എന്ന് പുറകിൽ നിന്ന് ഒരാൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. അങ്ങനെ ഈ ഭീകരരെ ഈ മുസ്ലിം വൃദ്ധ ദമ്പതികളെ പിടിച്ചുകൊണ്ടു പോകുന്നു. അപ്പൊ എല്ലാവരും ചോദിച്ചു, നമ്മൾ ഇത്രയും ഉല്ലാസകരമായി യാത്ര, എക്സ്ക്യൂസ് മീ, അങ്ങനെ നമ്മൾ ഇത്രയും ഉല്ലാസകരമായി യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, സ്നേഹത്തോടെ യാത്ര ചെയ്തു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അവരെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തത്? അപ്പൊ അയാൾ പറയാണ്, ഞാനൊരു ജൂതനാണ്, ഞാൻ സുന്നത്ത് കഴിഞ്ഞിട്ടുണ്ട്, സർക്കംസൈസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അവർ വസ്ത്രം പൊക്കി നോക്കുകയാണ്, അതുകൊണ്ട് ഞാൻ പിടിക്കപ്പെടും എന്നുള്ള ഭയം കൊണ്ടാണ് ഞാൻ മുസ്ലിമാണെന്ന് ധരിക്കും, സുന്നത്ത് ചെയ്തുകൊണ്ട് എന്നാണ് പറഞ്ഞുകൊണ്ട്, അതുകൊണ്ടാണ് ഞാൻ വൃദ്ധ ദമ്പതികളെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തത് എന്നാണ് സിനിമയിൽ പറയുന്നത്. അതാണ് ഭയം. മറ്റൊന്ന് ഈ നമ്മൾ പറയുന്നത് നുണചരിത്രം. നുണചരിത്രത്തില് നമ്മളിപ്പോ നിൽക്കുന്ന കാര്യത്തിൽ തന്നെ കുമാരനാശാനെ കുറിച്ചുള്ള വലിയ നുണ, അദ്ദേഹം ദുരവസ്ഥയില് മലബാർ കലാപത്തെ കുറിച്ച് തെറ്റായ ഒരു ധാരണ അയാൾക്ക് അന്നുണ്ടായി. ആ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയത് ഇവിടുത്തെ മാധ്യമങ്ങൾ, ഇന്ന് ചെയ്യുന്ന അതേ മാധ്യമങ്ങൾ, ഹിന്ദു പോലത്തെ മാധ്യമങ്ങളാണ് ആ തെറ്റിദ്ധാരണ വികസിപ്പിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം മുസ്ലിം വിരുദ്ധമായ ഒരു പരാമർശം ഉണ്ടായി. പക്ഷെ അത് പിന്നീട് ചർച്ച ചെയ്ത് ഭാഷയ്ക്ക് മൃദുത്വം സംഭവിച്ചത് ക്ഷമ ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആ വാക്കുകൾ, മുസ്ലിം വിരുദ്ധ വാക്കുകൾ ദുരവസ്ഥയൊക്കെ മാറ്റിയതാണ്. ഇപ്പോ RSS മരിച്ചുപോയ മാധവജിയുടെ നേതൃത്വത്തിൽ RSS കുരുക്ഷേത്ര എന്ന പ്രസിദ്ധീകരണത്തിലൂടെ ആ പുസ്തകം, ആ പഴയ മുസ്ലിം വിരുദ്ധതയുള്ള പുസ്തകം മുഴുവൻ പുനഃപ്രസിദ്ധീകരിച്ച് കുമാരനാശാൻ ഈ സവർക്കറുടെ പിൻഗാമിയാണെന്ന് പറയുക മാത്രമല്ല, അപകടകരമായ ഒരു കാര്യം പറയുന്നത്, ബോട്ട് അപകടത്തിൽ വെച്ച് മരിച്ച കുമാരനാശാനെ മുസ്ലിം വിരുദ്ധ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് കൊന്നതാണ് എന്നുള്ള നരേറ്റീവാണ്. കുമാരനാശാൻ കൊല്ലപ്പെട്ടതാണ് എന്നുള്ള ഒരു നരേറ്റീവ് പ്രചരിപ്പിക്കുന്നു. ആ കേസ് അന്വേഷിക്കണം എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നുണചരിത്രം.
മറ്റൊന്ന് ഞാൻ പറയുന്നത് ടോളറൻസ് ഓഫ് ഇൻടോളറൻസ്, പാരഡോക്സിക്കൽ ഇൻടോളറൻസ്, ടോളറൻസ് ടു ഇൻടോളറൻസ്, അതായത് അസഹിഷ്ണുതയോട് സഹിഷ്ണുത കാണിക്കുന്ന ഒരു മനോഭാവം നമ്മളിൽ വളരുന്നു. അതിന്റെ ഉദാഹരണമാണ് ഞാൻ അശോക് ബോയർ എന്ന് പറയുന്ന ഒരു ഹൃദയശാസ്ത്രജ്ഞൻ. അദ്ദേഹം ദളിതനാണ്, പിന്നോക്കക്കാരൻ അശോക് ബോയർ. അയാള് തന്റെ ജീവിതത്തിൽ ഒരു ഡോക്ടറായിട്ട് എയിംസിൽ വരെ ജോലി ചെയ്തിട്ടുള്ള മെഡിക്കൽ സയൻസിൽ അദ്ദേഹം അനുഭവിച്ച ഭയാനകമായ സവർണരിൽ നിന്നുള്ള പീഡനം ഒരു ദളിതൻ എന്ന നിലയിൽ അദ്ദേഹത്തെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ഒരു ആത്മകഥാപരമായ പുസ്തകം, മൈ എൻകൗണ്ടർ വിത്ത് ദ്രോണാചാര്യ എന്നാണ് പുസ്തകം. നിങ്ങൾക്ക് അതേ ഏകലവ്യൻ പേരിൽ കൊടുത്ത് മൈ എൻകൗണ്ടർ വിത്ത് ദ്രോണാചാര്യ, ദ്രോണാചാര്യരുമായുള്ള എന്റെ പോരാട്ടം, അതാണ് സത്യത്തിലെ പുസ്തകം. പക്ഷെ അത് കേരളത്തിൽ വിവർത്തനം ചെയ്തപ്പോ പ്രൊഫസർ കൊച്ചുകുഞ്ഞ്, അദ്ദേഹം സബാൾട്ടൻ കൃതികളൊക്കെ വളരെയധികം വിശകലനം ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷെ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, ആ പുസ്തകം വിവർത്തനം ചെയ്തപ്പോ ഒരു ഡോക്ടറുടെ, ഒരു ദളിത് ഡോക്ടറുടെ ജീവിത ചരിത്രം എന്നാണ്. സത്യത്തിൽ ആ വാക്ക്, അതിന്റെ മൗലികമായ വസ്തുത അതിൽ കിടക്കുന്നത് മൈ എൻകൗണ്ടർ വിത്ത് ദ്രോണാചാര്യ എന്നുള്ളതാണ്. ദ്രോണാചാര്യരുമായുള്ള എന്റെ ഏറ്റുമുട്ടൽ. ആ സത്യയെ ചോർത്തിക്കളഞ്ഞ് ആ ഹെഡിങ്ങിൽ തന്നെ അത് മൗലികമായി എന്താണ് സംഭവിക്കുന്നത് പറയുന്നതിന് അത് ചോർത്തിക്കളഞ്ഞുകൊണ്ട് പ്രൊഫസർ കൊച്ചുകുഞ്ഞ് അത് വിവർത്തനം ചെയ്തത്, അദ്ദേഹം വലിയ ചിന്തകനാണ്, വലിയ ദക്ഷിണാശാലിയാണ്, അധ്യാപകനാണ് പ്രൊഫസർ കൊച്ചുകുഞ്ഞ്. പക്ഷെ അത് ഒരു ദളിത് ഡോക്ടറുടെ ജീവിതകഥ എന്ന അർത്ഥത്തിൽ പരിണപ്പെടുത്തി. പക്ഷെ എൻകൗണ്ടർ വിത്ത് ദ്രോണാചാര്യ എന്ന് എഴുതാൻ ഇവർ തയ്യാറാകുന്നില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ടോളറൻസ് വർദ്ധിക്കുന്നത്. മറ്റൊന്ന് വംശീയ പൊരുത്തപ്പെടൽ. അതിൽ ഞാൻ ഒരൊറ്റ ഉദാഹരണം പറയുന്നത്, വംശീയമായി എങ്ങനെയാണ് പൊരുത്തപ്പെടുക, റേഷ്യൽ റീകൺസിലിയേഷൻ എന്ന് പറയുന്നത്. അത് ഹൗ ഡെമോക്രസി ഡൈസ് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ പ്രൊഫസർമാര്, ഹാർവാർഡ് യൂണിവേഴ്സിറ്റി പ്രൊഫസർമാർ എഴുതിയൊരു പുസ്തകം, ഹൗ ഡെമോക്രസി ഡൈസ്. ഇത് ഈസോപ്പ് കഥകളിലൂടെയാണ്, ഞാൻ ഇപ്പൊ ഈയിടെ വായിച്ചാണ്. ഈസോപ്പ് കഥകൾക്ക് കഥ പറഞ്ഞിട്ടാണ് ആ ബുക്ക് തുറന്നത്. എങ്ങനെയാണ് ഡെമോക്രസി തകരുന്നത്? ഈസോപ്പ് കഥകൾ പറയുന്നത് ഒരു കുതിരയും ഒരു മാനും തമ്മിൽ പോരാട്ടം നടക്കുന്നു. ഈ കുതിരയെ നിരന്തരം അതിശാർപ്പായിട്ടുള്ള കൊമ്പ് കൊണ്ട് പരാജയപ്പെടുത്തി കുതിര നിരന്തരം പരാജയപ്പെടുന്നു. അങ്ങനെ ഈ കുതിര ഒരു വേട്ടക്കാരനോട് പോയിട്ട് പറയാണ്, എനിക്ക് ആ മാനിനെ കൊല്ലണം, അതുകൊണ്ട് നീ എന്നെ സഹായിക്കണം. അങ്ങനെ ഇവരൊരു കൊട്ടേഷൻ എടുക്കുകയാണ്, കൊല്ലാൻ, മാനിനെ കൊല്ലാൻ. അങ്ങനെ ഈ കുതിര കൊട്ടേഷൻ എടുക്കുമ്പോൾ വേട്ടക്കാരൻ പറയും, അപ്പൊ നീ ഒരു കാര്യം ചെയ്യും, ജീനും സാഡിൽസും കടിഞ്ഞാണൊക്കെ അണിയെ, ഞാൻ നിന്റെ പുറത്ത് കയറി അവനെ കൊല്ലാം. അങ്ങനെ കടിഞ്ഞാൺ ധരിക്കുന്നു, ജീൻ ധരിക്കുന്നു, കടിഞ്ഞാണിട്ട് ഈ കുതിരപ്പുറത്ത് വേട്ടക്കാരൻ പോകുന്നു, മാനിനെ കൊല്ലുന്നു, വകവരുത്തുന്നു. എല്ലാം കഴിഞ്ഞു. അപ്പൊ കൊട്ടേഷൻ കഴിഞ്ഞല്ലോ എഗ്രിമെന്റ്. ഇനി ഈ കടിഞ്ഞാണും സാധനങ്ങളും ഊരല്ലേ എന്ന് കുതിര ചോദിച്ചപ്പോ വേട്ടക്കാരൻ പറഞ്ഞു, അത് ഊരണ്ട, കടിഞ്ഞാൺ നിന്റെ ശരീരത്തിൽ കിടക്കട്ടെ. കേരളത്തിലെ ക്ലാസുകളോട് പറയാനുള്ളത് ഇതാണ് ഈ വംശീയ പൊരുത്തപ്പെടൽ. ഇത്തരത്തിലുള്ള RSS ചേർന്നുകൊണ്ട് മറ്റൊന്നിനെ പരാജയപ്പെടുത്താമെന്ന് വിചാരിക്കുന്നവർ ഒരുപക്ഷെ നിരന്തരമായി ഇങ്ങനെയാണ് കടിഞ്ഞാണിൽ കിടക്കുക എന്നത്. മറ്റൊന്ന് മാധ്യമ വംശീയത. ഞാൻ അവസാനിപ്പിക്കുന്നു. മാധ്യമ വംശീയത. ഇപ്പോ സീതാവുദിനെതിരെയൊക്കെ മീഡിയ മണ്ണിൽ ഞാനൊക്കെ എഴുതിയിരുന്ന വലിയ ഒരു ആക്രമണം മാധ്യമപ്രവർത്തകരുണ്ട്. എങ്ങനെയാണ് ഈ വംശീയത, മാധ്യമ വംശീയത? ഇവർ ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയും. നമ്മൾ ജോർജ് ഫ്ലോയിഡിനെ കുറിച്ച് പറയാറുണ്ട്. കഴുത്തിൽ മുട്ട് കയറ്റി കൊല്ലപ്പെട്ട ജോർജ് ഫ്ലോയിഡ് വലിയ വാർത്തയായിട്ടാണ് ജോർജ് ഫ്ലോയിഡിന്റെ. പക്ഷേ നമ്മൾ ഫൈസാനെ കുറിച്ച് പറയാറില്ല മാധ്യമം. ഈ ജോർജ് ഫ്ലോയിഡ് പറയേണ്ടതല്ല, അവിടെ അനുഭവിച്ച ഒരു ബ്ലാക്ക് മാൻ അനുഭവിച്ച ബ്ലാക്ക് മാറ്റേഴ്സ് കൊണ്ട് ലോകം മുഴുവൻ വാർത്തയായിട്ടാണ്. നമ്മുടെ മാധ്യമങ്ങൾ എത്രയോ പേജുകളിന് വേണ്ടി ചെലവാക്കി. പക്ഷേ ഡൽഹിയിലെ ഫൈസാൻ എന്ന് പറയുന്ന ഒരു ബാലനെ സംഘപരിവാർ വന്ദേമാതരം ദേശീയ ഗാനം പാടിച്ചിട്ട് അത് അവനെ മർദ്ദിക്കുന്നത് കണ്ട പോലീസ് സ്റ്റേഷനിൽ അവൻ ഓടി സംരക്ഷണത്തിന് വേണ്ടി പോയപ്പോൾ പോലീസ് അവനെ പിടിച്ച് കഴുത്ത് ഞെരിച്ച് ദേശീയ ഗാനം പാടിച്ച് കൊണ്ടുവന്നു. പക്ഷേ ജോർജ് ഫ്ലോയിഡിന്റെ പോലെ നമ്മളത് പറയാറില്ല. ഇതുപോലെ തന്നെയാണ് മലാല യൂസഫ്. മലയാള പറയണം, ഓക്കെ, ഒരു കുട്ടിക്ക് ഒരു ആക്രമണം ഉണ്ടായി എന്നൊക്കെ പറയട്ടെ, ഞാനതിന്റെ കടക്കുന്നില്ല. മലയാളയ്ക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് കൗസർ ബായിയെ കുറിച്ച് പറയാത്തത്? മലയാള ലോകം മുഴുവൻ അറിയപ്പെട്ടു, നമ്മുടെ മാധ്യമങ്ങൾ ധാരാളം പേജുകൾ ചെലവാക്കുന്നത്. എന്തുകൊണ്ടാണ് ഗർഭിണിയായ കൗസർ ബായിയെ ശൂലത്തിൽ കയറ്റി കൊണ്ടത് നമ്മൾ അത്ര പേജുകൾ ചെലവാക്കാത്തത്? ഇതാണ് മാധ്യമ വംശീയത. ഞാൻ സമയപരിമിതി കാരണം ഞാൻ നിർത്തുകയാണ്. ഈ 5 കാരണങ്ങളാണ്: ഭയം, നുണചരിത്രം, ചരിത്രത്തെ അപരവൽക്കരിക്കുക, അപചരിത്രവൽക്കരിക്കുക, വംശീയ ഒത്തുതീർപ്പുകൾക്ക് പോവുക, റേഷ്യൽ റീകൺസിലേഷന് പൊരുത്തപ്പെടുക, മാധ്യമ വംശീയത നടത്തുക. അത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു സ്ഥലമാണ് കേരളം. അതുകൊണ്ട് നമ്മുടെ ഈ കൂട്ടായ്മ, മാധവിനെ ഭീഷണിപ്പെടുത്തിയ ഈ കൂട്ടായ്മക്കെതിരെ യാതൊരു ഭീഷണിയും ഇല്ലാതെ ഏതൊരു ഇരുട്ടിലും വലിയൊരു വെളിച്ചം നമുക്ക് വേണ്ടി ഉണ്ടാവും. ആ രാഷ്ട്രീയ മുന്നേറ്റമായി തന്നെ ഇത് മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞു.
അതുകൊണ്ട് എല്ലാവർക്കും